സോഷ്യൽ മീഡിയയുടെ പുതിയ കാലത്ത് അപ്രസക്തമാകുന്നവയാണ് തപാലും തപാൽ സംവിധാനങ്ങളും. എന്നാൽ ഇടുക്കിയിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പുതുവത്സര ദിനത്തിൽ തപാൽ സംവിധാനത്തെ വീണ്ടെടുക്കാനുള്ള പ്രവർത്തനത്തിലായിരുന്നു. കാണാം കലയന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള വിശേഷങ്ങൾ. പുതുവത്സരാശംസകൾ വെറും തമാശകളോ ഫോർവേഡ് മെസ്സേജുകളോ ആകുന്ന കാലത്ത് സ്വന്തം കൈപ്പടിയിൽ സുഹൃത്തിനെ കത്തെഴുതിക്കൊണ്ടായിരുന്നു കലയന്താനി സ്കൂളിലെ കുട്ടികളുടെ പുതുവത്സരാഘോഷം. സ്റ്റാമ്പും കവറും പേപ്പറും വാങ്ങാൻ പണമില്ലാത്തവർക്ക് ആശ്വാസമായിരുന്നു പഴയ ഇൻലൻഡുകൾ. മഞ്ഞ നിറമുള്ള കെട്ടിക്കടലാസുകളിൽ സൗഹൃദവും സന്തോഷങ്ങളും പങ്കുവെച്ച കാലത്തെ വീണ്ടെടുക്കുകയാണ് ഈ കുട്ടികൾ. ഇംഗ്ലണ്ടിൽ എല്ലാ കുട്ടികളും ആശംസകൾ എഴുതി കൂട്ടുകാർക്ക് അയക്കുക എന്നുള്ളൊരു ആശയം പങ്കുവച്ചപ്പോൾ ഞങ്ങളെ അതിശയിപ്പിച്ച കാര്യം ഇത് കുട്ടികൾക്കാർക്കും ഒട്ടും പരിചിതമായിരുന്നില്ല എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് കുട്ടികൾ ഇംഗ്ലണ്ട് കാണുന്നതും ഒരു കത്ത് എഴുതുന്നതും. അതിലും അതിശയമായിരിക്കുമല്ലോ കുട്ടികൾക്ക് സ്വന്തമായി ഒരു കത്ത് കിട്ടുക എന്നുള്ളതും. ഏറെ സന്തോഷകരമായ അനുഭവമായി കുട്ടികൾക്കത് മാറി. അത് കുട്ടികൾ പലരും അതിൻ്റെ ഫോട്ടോസ് എടുക്കുകയും സ്കൂൾ ഗ്രൂപ്പിലും അവരുടെ സ്റ്റാറ്റസിലൊക്കെ ഇടുകയും ചെയ്തു. തപാൽ സംവിധാനത്തെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പദ്ധതി സ്കൂൾ നടപ്പിലാക്കുന്നത്. ഇലണ്ടൻ എന്ന് പറയുമ്പോൾ ഇലണ്ടൻ എന്ന് പോലും പിള്ളേർക്ക് അറിയില്ലാത്തൊരു അനുഭവമായിരുന്നു ഇവിടെ ആദ്യം പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നത്. എഴുത്തിലൂടെ മാത്രമാണ് ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്നത്. കാരണം എഴുത്ത് അങ്ങോട്ട് അയക്കുന്നു, 2-3 ദിവസം കഴിയുമ്പോൾ തിരിച്ചിങ്ങോട്ട് അയക്കുന്നു. അതിലൂടെയായിരുന്നു നമ്മൾ ആശയവിനിമയവും കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നത്. അത് പിള്ളേർക്കെല്ലാം വളരെ ഒരു അനുഭവമായി തീർന്നു. മീഡിയ 1 ഇടുക്കി.